പരിഹാരമില്ലാതെ ആശമാരുടെ സമരം 70-ാം ദിവസവും തുടരുകയാണ്. നിരാഹാര സമരം 32-ാം ദിവസത്തിലേക്ക് കടക്കുന്നു. ആശമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സാക്കിയ നടപടി മരവിപ്പിച്ച് കഴിഞ്ഞ ദിവസം സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. വർദ്ധനവടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന രാപ്പകൽ സമരം ശക്തമായി തുടരുമ്പോഴും കനിവ് കാട്ടാൻ സർക്കാർ തയ്യാറാകുന്നില്ല. 2023 പുറത്തിറക്കിയ മാർഗരേഖയിൽ വിരമിക്കൽ പ്രായം 62 നിജപ്പെടുത്തിയ തീരുമാനം മരവിപ്പിച്ചത് മാത്രമാണ് സർക്കാർ സമരക്കാർക്ക് അനുകൂലമായി കൈക്കൊണ്ട ഏക തീരുമാനം. ആശമാരുമായി കഴിഞ്ഞ മാർച്ച് 19 നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. അതേസമയം 5 ലക്ഷം രൂപ വിരമിക്കലാനുകൂല്യം, ഓണറേറിയം വർധനവ് തുടങ്ങിയ ആവശ്യങ്ങൾ ഇതുവരെ സർക്കാർ അംഗീകരിച്ചിട്ടില്ല. പ്രശ്നങ്ങൾ പഠിക്കാൻ കമ്മിറ്റി രൂപീകരിക്കുന്നതിലും തീരുമാനമായില്ലെന്നാണ് ആശമാർ ആരോപിക്കുന്നത്. കമ്മിറ്റിയെ നിയോഗിച്ചെന്ന് പറഞ്ഞ് സർക്കാർ ഹൈക്കോടതിയെ കബളിപ്പിച്ചെന്നും ആരോപണമുണ്ട്. ഫെബ്രുവരി 10-നാണ് ആശമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ആരംഭിച്ചത്. അതായത് 70-ാം ദിവസമാണ് ആശമാരുടെ സമരം തുടരുന്നത്. മാർച്ച് 20-ന് ആരംഭിച്ച നിരാഹാര സമരം 32-ാം ദിവസത്തിലേക്കും കടന്നു. സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുമ്പോഴും തനത് ഫണ്ടിൽ നിന്നും ആശാപ്രവർത്തകർക്ക് ഓണറേറിയം കൂട്ടി നൽകാൻ തീരുമാനിച്ച തദ്ദേശ സ്ഥാപന ഭാരവാഹികളെ ആദരിക്കാനൊരുങ്ങുകയാണ് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. തിങ്കളാഴ്ച സമരവേദിയിൽ വെച്ചാണ് ആദരം നൽകുക. ജനം, തിരുവനന്തപുരം.